ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ UI/UX ഡിസൈൻസുകളിൽ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻസോ വെബ്സൈറ്റോ ഒക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെയ്ത ഫയൽ, ഈ ഒരു ഡിസൈൻ ഫയൽ നമ്മൾ അടുത്തതായിട്ട് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് ഡെവലപ്പർക്കാണ്. അതായത് ഈ ഡിസൈൻസുകളെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് HTMLും CSSും ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറേ പ്രോഗ്രാമിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഡിസൈൻ ഒരു യഥാർത്ഥ പ്രോഡക്റ്റായിട്ട് നമ്മുടെ കൺമുന്നിൽ എത്തുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസൈൻ ഫയലുകൾ നമ്മൾ അടുത്തതായിട്ട് ഡെവലപ്പർക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഹാൻഡ് ഓഫിംഗ് പ്രോസസ്സിനകത്ത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്തിട്ട് JPG ആയിട്ടുള്ള ഡിസൈൻസൊക്കെ നമ്മൾ എടുത്തിട്ട് അത് ഫോട്ടോഷോപ്പിൽ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് കട്ടൊക്കെ ചെയ്ത് ഓരോ ഇമേജുകൾ അങ്ങനെ ഓരോ ഐക്കൺസുകളൊക്കെ സെപ്പറേറ്റ് എടുത്ത് ഓരോന്നും പ്രത്യേകമായിട്ട് ക്രോപ്പ് ചെയ്ത് സ്ലൈസ് ചെയ്തൊക്കെ കൊടുക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോൾ അഡോബ് എക്സ്ടിയും ഫിഗ്മയൊക്കെ വന്നതോടുകൂടി കാര്യങ്ങൾ കുറേ കൂടെ എളുപ്പമായി. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഫിഗ്മ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനകത്ത് ഡിസൈൻ ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ അഡോബ് എക്സ്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഡിസൈൻ ചെയ്തതിന് ശേഷമോ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ ഒരു ഡിസൈൻ ഫയൽ നമ്മൾ ഡെവലപ്പേഴ്സിന് വേണ്ടി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, അഡോബ് എക്സ്ടിയിൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ടോപ്പിലായിട്ട് ഷെയർ എന്ന് പറയുന്നൊരു ടാബിലോട് കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് എനേബിൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ലിങ്ക് നിങ്ങൾ ഒരു ഡെവലപ്പർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡെവലപ്പർക്ക് ഇൻസ്പെക്ട് ചെയ്ത് അതിലെ ഓരോ എലമെൻറ്റ്സുകളും അതിൻ്റെ ഷാഡോസ്, അതിൻ്റെ കളേഴ്സുകൾ, അതിൻ്റെ ലൈൻസുകൾ, ഇമേജുകൾ, ഐക്കൺസുകൾ എല്ലാം അയാൾക്ക് മനസ്സിലാക്കാനും അവർക്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡെവലപ്മെൻറ്റ് ഈസി ആക്കാനും സഹായിക്കും. അപ്പോൾ അതേപോലെ നമ്മൾ ഫിഗ്മയിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗ്മയിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലും ഒരു ഡിസൈൻ ഫയൽ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കിത് വളരെ പെട്ടെന്ന് നമ്മുടെ ഡിസൈനൊക്കെ അപ്രൂവ് ആയി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡെവലപ്പർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്പെക്ട്, നിങ്ങൾ ഇവിടുന്ന് ഡിസൈൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്പെക്ട് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് വന്നിട്ട് നമുക്ക് നമ്മൾ ഓരോരോ ഏരിയകളായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള CSSകളും അതിൻ്റെ പ്രോപ്പർട്ടീസുകളും എല്ലാം റൈറ്റ് സൈഡിൽ കാണിക്കും. ഇതെല്ലാം ഡെവലപ്പേഴ്സിന് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് അതിന് അവർക്ക് ഡെവലപ്മെൻറ്റ് സൈഡിൽ ഉപയോഗിക്കാൻ സഹായിക്കും. അപ്പോൾ ഈ ഒരു ഫിഗ്മ ഫയൽ തന്നെ ഡയറക്റ്റ് നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇൻസ്പെക്ട് എന്ന് പറയുന്നൊരു ടാബിലോട് കൂടി ഡെവലപ്പർക്ക് ആവശ്യമായ കാര്യങ്ങൾ എടുക്കാം. എന്നിരുന്നാലും ഇന്ന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. പല ആൾക്കാരും ഈ ഒരു ഫിഗ്മ ഫയൽ ഡയറക്റ്റായിട്ട് ഒരു ക്ലയൻറ്റിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഷെയർ ചെയ്യാൻ മടിക്കുന്നതുകൊണ്ട് ഈ ഒരു ഫിഗ്മ ഫയലിനെ ഫിഗ്മയിൽ നിന്നും സെപ്ലിൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി ഇതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെവലപ്പർക്ക് സെപ്ലിൻ്റെ സഹായത്തോടു കൂടി കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് സ്റ്റൈൽ ഗൈഡ് എടുക്കാനും അവർക്ക് ഡെവലപ്മെൻറ്റ് സൈഡിൽ പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനും ഹെൽപ്പാകും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫിഗ്മ ഫയലിനെ സെപ്ലിൻ യൂസ് ചെയ്ത് നമുക്ക് ഡെവലപ്പർക്ക് കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അതിനകത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് zeplin.io എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞ റൈറ്റ് ടോപ്പിലായിട്ടൊരു ബട്ടൺ ഉണ്ട്. ഞാനിവിടെ ഓൾറെഡി സൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ uxuimania എന്ന് പറയുന്ന പേരിൽ ഇവിടെ ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ സെപ്ലിൻ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം സെപ്ലിൻ എന്ന് പറയുന്നതിലേക്ക് അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റിലത്തെ ജോലി. അതിവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ വരുന്നു. നിങ്ങളുടെ ഡിസൈൻ എല്ലാം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, എല്ലാം അപ്രൂവ്ഡ് ആണ്, എല്ലാം ലെയർ ബൈ ലെയർ ആയിട്ട് നിങ്ങൾ ഗ്രൂപ്പൊക്കെ ചെയ്ത് സെറ്റാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇനി അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്ലഗിൻസിലേക്ക് പോവുക. അതായത് നമുക്ക് പ്ലഗിൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഫൈൻഡ് മോർ പ്ലഗിൻസ് എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിൽ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതുവഴി ഡയറക്റ്റ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഓപ്ഷനായി ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സെപ്ലിൻ എന്നും സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം ZEPLIN സെപ്ലിൻ എടുക്കുമ്പോൾ ഇവിടെ ആയിട്ട് ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് സെപ്ലിൻ ഇവിടെ വന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. അത് ഇവിടുന്ന് റൺ ചെയ്ത് ആദ്യം തന്നെ ആ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി സെപ്ലിൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് എനിക്ക് ആവശ്യമായ ഡിസൈൻ ഫയലിലേക്ക് ഞാൻ സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ വന്നു, പ്ലഗിൻ വന്നു, സെപ്ലിൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലഗിൻ റൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡിസൈൻ എല്ലാം കംപ്ലീറ്റ് ആയ ഫയൽ ഞാൻ സെലക്ട് ചെയ്തു, പ്ലഗിനിലേക്ക് പോയി സെപ്ലിൻ എന്ന് പറയുന്ന ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തു. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ എക്സ്പോർട്ട് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അതിലേക്ക് എക്സ്പോർട്ട് എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പോർട്ട് ചെയ്യേണ്ട അടുത്തൊരു പേജ്
പേജിലേക്ക് വരും. അവിടെ നിങ്ങളുടെ ഒരു ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് ആയതുകൊണ്ട് ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് കൊടുക്കുക. അത് എന്ത് പർപ്പസിനാണെന്ന് അവർ ചോദിക്കും. നമുക്ക് വെബ്സൈറ്റിൽ ആവശ്യമായിട്ടുള്ള CSS ഉം HTML ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. PNG, JPG, SVG അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ചൂസ് ആൻഡ് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതായത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെപ്ലിൻ എന്ന് പറയുന്നൊരു പ്ലഗിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അത് നമ്മുടെ ഫിഗ്മ ഫയലിനെ അത് സെപ്ലിനിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈമാണിത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പോർട്ട് ചെയ്തോളും. എക്സ്പോർട്ട് ചെയ്ത് ഈ ഫയലിനെ നമുക്ക് ഇവിടെ നിന്നും സെപ്ലിനിലേക്ക് കൊണ്ടുപോവുക എന്നതുള്ളതാണ് പ്രോസസ്സ്. അപ്പം എക്സ്പോർട്ടിങ് ഇവിടെ കാണിക്കുന്നുണ്ട്. എക്സ്പോർട്ടിംഗ് എന്ന് കാണിച്ചുകൊണ്ട് ഈ കാണുന്ന ഈ ഒരു ലോഡർ ഫുള്ള് ലോഡായി വരുന്ന സമയത്ത് ഈ ഒരു ഫയൽ ഫുള്ളായിട്ട് ലോഡ് ചെയ്ത് കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് അത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം എക്സ്പോർട്ടഡ് ലാൻഡിംഗ് പേജ് എന്നുള്ള പേര് കാണിച്ചു. ഡൺ എന്നുള്ള നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ടും കാണിച്ചു. ഓക്കെ, ഇത്രയും ആദ്യം ചെയ്ത് നിർത്തുക. അതിനുശേഷം നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ അടുത്ത ടാബിലായിട്ട് നിങ്ങൾ സെപ്ലിനിലെ അക്കൗണ്ട് zeplin.ioയിൽ വന്ന് ലോഗിൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. നമ്മളിവിടെ ലോഗിൻ ചെയ്ത് ഇപ്പോൾ ഡാഷ്ബോർഡിൽ നിൽക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ വന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ഐക്കണിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ഒരു ടാബിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്യും. ആ ഓപ്പണായി വരുന്ന ടാബിനകത്ത് ഡിസൈൻസ് ഫുൾ ഇവിടെ കാണിക്കും. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും, അതായത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതിലെ ഫുൾ ഡീറ്റെയിൽസുകളും നിങ്ങളിവിടെ വന്ന് ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ കഴ്സർ കൊണ്ടുവരുമ്പോൾ തന്നെ കാണിക്കും. അതിലുപയോഗിച്ചിരിക്കുന്ന ടെക്സ്റ്റ് ഏതാണ്, അതിന് ഇത് തമ്മിലുള്ള ലെഫ്റ്റിലെ സ്പേസിങ് എത്രയാണ്, ടോപ്പിലോട്ടുള്ള സ്പേസിങ് എത്രയാണ്, ഓരോ ടെക്സ്റ്റുകളിലും ലെഫ്റ്റിലോട്ടുള്ള സ്പേസ് എത്രയാണ്, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ CSS പ്രോപ്പർട്ടീസുകളെല്ലാം റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടുന്ന് ഡെവലപ്പേഴ്സിന് ഈസി ആയിട്ട് ജസ്റ്റ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, അവരുടെ CSSലേക്ക് പേസ്റ്റ് ചെയ്യുക. അതിൻ്റെ HTML ടാഗ് ഇവിടെ അവൈലബിൾ ആണ്. കളർ ഇവിടുന്ന് കോപ്പി ചെയ്യാം. അതിൻ്റെ സ്പേസിങ് കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് എടുക്കാം. ഓരോ സ്ഥലത്തും നമ്മളിങ്ങനെ കഴ്സർ കൊണ്ടുവരേണ്ട പാട് മാത്രമേ ഉള്ളൂ. അവിടെ വരുമ്പോൾ തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസുകളും ഇങ്ങനെ താഴെ ആയിട്ട് നമ്മൾ കാണിച്ചു തരും. എല്ലാ ഏരിയകളിലെയും ഫുൾ ഡീറ്റെയിൽസുകൾ അവിടുന്ന് ഈസി ആയിട്ട് ഡെവലപ്പർക്ക് ഇവിടുന്ന് കണ്ട് മനസ്സിലാക്കി ഓരോ സ്പേസിങ്ങുകളും കളറുകളും എല്ലാം അവിടുന്ന് ഡയറക്റ്റ് ഈസി ആയിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് കോപ്പി ചെയ്തെടുത്ത് അവരുടെ ഡെവലപ്മെൻറ്റ് സൈഡിൽ അവരുടെ കോഡിൽ ഇട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കും. അങ്ങനെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് അടുത്തതായിട്ട് പ്രോഗ്രാമേഴ്സിലേക്ക് പോകുന്നു. അവിടെ പ്രോഗ്രാമിംഗ് സൈഡ് കഴിയുന്നു. ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്ത ഡിസൈൻ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫുൾ ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഡിസൈൻ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് നമ്മൾ ഡെവലപ്പർക്ക് കൊടുക്കുന്നതെന്നുള്ള ഈ ഒരു കാര്യം കൂടി വളരെ അത്യന്താപേക്ഷിതമായിട്ട് എല്ലാ ഡിസൈനേഴ്സും മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ ഡിസൈൻസുകളെല്ലാം തന്നെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആകണമെങ്കിൽ ഇതുപോലെ ഇനി ഡെവലപ്മെൻറ്റ് സൈഡ് എന്ന് പറയുന്നൊരു സൈഡ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഒരുപാടല്ലെങ്കിൽ കൂടിയും കുറച്ച് ചെറിയ രീതിയിലെങ്കിലും കുറച്ച് HTML-ഉം CSS-ഉം ഒക്കെ എല്ലാ ഡിസൈനേഴ്സും UI ആയാലും UX ഒക്കെ ചെയ്യുന്നവരൊക്കെ തന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അത് നിങ്ങളുടെ ഡിസൈൻസുകളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഡിസൈൻ ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ ഡെവലപ്പർക്ക് ഹാൻഡ് ഓഫ് ചെയ്യുന്നൊരു പ്രോസസ്സ് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഈസി ആയിട്ട് ചെയ്യുക, ഡെവലപ്പർക്ക് കൊടുക്കുക. ഇനി ആ ഓരോ കാര്യങ്ങളും ഡെവലപ്പർക്ക് ഈസി ആയിട്ടെടുത്ത് ഡെവലപ്മെൻറ്റ് സൈഡിൽ ഉപയോഗിക്കാനും സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. എല്ലാ UI ഡിസൈനേഴ്സും മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾക്കും ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.